ബേബി കോൺ ഫ്രോസൺ ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ട് ചപ്പാത്തി പൂരിക്കൊക്കെ യോജിക്കുന്ന നല്ലൊരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബേബി കോൺ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ബേബി കോൺ ഇട്ട് കൊടുത്തിട്ട് ഇത് മാത്രം ഒന്ന് ആദ്യം ഫ്രൈ ആക്കി എടുക്കണം. ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കണം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുകപ്പട്ട, 2 ഏലക്ക, പിന്നെ വയണയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിക്കാത്ത കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊടിച്ച കുരുമുളക് ഇട്ട് കൊടുത്താലും മതി. എണ്ണയിൽ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. കീറിയെടുത്ത 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ച് ചേർത്ത് ചതച്ചത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി അല്പനേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പച്ചമണം എല്ലാം മാറി കിട്ടണം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ലൈറ്റായിട്ട് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ബേബി കോണും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പനേരം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസും ബേബി കോണും ഒക്കെ ഇപ്പോൾ ഒരു 3/4 വേവിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അരച്ചത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് അളവിൽ അല്ലെങ്കിൽ ആവശ്യം ഉള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചിട്ടിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് വെന്തിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കറി ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ യോജിക്കുന്ന നല്ലൊരു കറിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്